ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ സ്വീറ്റ് എപ്പിസോഡ് ഓഫ് ടേസ്റ്റ് ബഡ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് മാത്രമല്ല, നമ്മൾ പലതരത്തിലുള്ള സോസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കിച്ചണിലേക്കാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ടൊമാറ്റോ സോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരം ഫുഡ്, ഇപ്പോൾ ബ്രെഡ് ആണെങ്കിലും പഫ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചപ്പാത്തി ആണെങ്കിലും, അങ്ങനെ എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സോസ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ കടയിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു 50 ടു 70, 80 ഒക്കെയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റേറ്റിൽ നമ്മൾ പോയി വാങ്ങിക്കുക എന്ന് വെച്ചാൽ അതിനെക്കാട്ടി എളുപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി ഞാനൊരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളിക്ക് 2 ടീസ്പൂൺ എന്ന നിരക്കിൽ ഞാനൊരു 10 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. രണ്ടര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ 5 തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്കും തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ വെയിറ്റ് ഇട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വിസിൽ കേട്ട ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കുക്കർ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തക്കാളി വെന്ത് അങ്ങ് മിക്സായിപ്പോവും. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊലിയൊക്കെ നന്നായിട്ട് ഇളകി കിടക്കുകയാണ്. ഒരുപാട് മിക്സായിട്ടൊന്നും ഇല്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. തൊലി നന്നായിട്ട് ഇളകി ഇരിപ്പുണ്ട്. നമുക്ക് തൊലി ഇളക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് നന്നായിട്ട് ഇളക്കി മാറ്റാം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ തക്കാളിയെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ തക്കാളിയെ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കൊരു സോസിൻ്റെ ഒരു കാണുമ്പോൾ അതുപോലെ ഒന്ന് ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചൂടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഇത് പാത്രത്തിലേക്ക് ഇട്ട് ഒഴിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിതിനെ നന്നായിട്ട് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിൽ ധാരാളം അരിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ അരിയൊക്കെ നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പം നന്നായിട്ടൊന്ന് ഇളക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അടുക്കി പിടിക്കും. ഏകദേശം ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ കളർ ചേഞ്ച് നമുക്ക്
കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അതാകുമ്പോൾ കളറ് കൂടുതലുണ്ടാവും, എരിവ് അധികം ഉണ്ടായിരിക്കുകയില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ വളരെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര 10 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് നാളൊക്കെ, അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വിനിഗർ കൂടി ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയത് കൊണ്ടാണ് വിനിഗർ ആഡ് ചെയ്യാത്തത്. ആ കളറൊക്കെ നമ്മൾ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിനിഗർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഒരുപാട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വിനിഗർ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.